माधवा कुंज बिहारी जय राधा माधवा कुंज बिहारी जय गोपी जन वल्लभा गिरिवरधारी जय गोपी जना वल्लभा गिरिवरधारी यशोदा नंदन प्रज जन रंजन यशोदा नंदन प्रज जन रंजन यमुना तीरा वनचारी यमुना तीरा वनचारी जय राधा माधवा कुंज बिहारी जय राधा माधवा कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद द्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय जय गौरनिताय गौरनिताय जय गौरनिताय निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय हरि ओम तत्सत् എല്ലാവർക്കും മറ്റൊരു ഭഗവത്ഗീത ചർച്ചയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 10 ദ്വാരകയിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രയാണം. അതില് 5-ാമത്തെ ശ്ലോകം 4-ാമത്തെ ശ്ലോകം വരെ ഇന്നലെ തീർത്തിട്ടുണ്ട്. ഇന്നലെ പ്രഭു ക്ലിയറായിട്ട് പറഞ്ഞു 4, 5, 6 ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ്. അതിൽ 5-ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് വായിക്കാം. നദ്യ സമുദ്രാഗിരയ സവനസ്പതി വീരധ ഫലന്ത്യോ ഔഷധയാ സർവ കാമമന്വർത്യ തസ്യ വൈ നദ്യ സമുദ്രാഗിരയ സവനസ്പതി വീരുധ ഫലന്ത്യോഷധയാ സർവ കാമമന്വർത്തു തസ്യ വൈ നദ്യ സമുദ്രാഗിരയ സവനസ്പതി വീരുധ ഫലന്ത്യോഷധയാ സർവ കാമമന്വർത്തു തസ്യ വൈ. വിവർത്തനം ഭാവാർത്ഥം ജയ ശില പ്രഭുപാദ് കി ജയ്. വിവർത്തനം: നദികൾ, സമുദ്രങ്ങൾ, കുന്നുകൾ, പർവ്വതങ്ങൾ, വനങ്ങൾ, വള്ളിച്ചെടികൾ, ജീവസ്സുള്ള ഔഷധികൾ മുതലായവയെല്ലാം ഓരോ ഋതുക്കൾക്കും അവയുടെ നികുതി വിഹിതം രാജാവിന് അതിസമൃദ്ധമായി ഏകി. ഭാവാർത്ഥം ജയ ശില പ്രഭുപാദ് കി ജയ്. മുകളിൽ പ്രസ്താവിച്ചതുപോലെ മഹാരാജാവ് യുധിഷ്ഠിരൻ അപ്രമാദഗതിയായ ഭഗവാന്റെ അജിതന്റെ സംരക്ഷണത്തിലാകിയാൽ നദികൾ, സാഗരങ്ങൾ, കുന്നുകൾ, വനങ്ങൾ മുതലായവ ഭഗവാന്റെ ഉടമസ്ഥയിലുള്ള പ്രകൃതി വിഭവങ്ങളൊക്കെ പ്രഫുല്ലമായിരിക്കുകയും അവ പതിവായി അവരുടേതായ നികുതികളുടെ വിഹിതങ്ങൾ രാജാവിന് നൽകിയുമില്ല. പരമപുരുഷനായ ഭഗവാന്റെ സംരക്ഷണത്തിന് കീഴിൽ അഭയം പ്രാപിക്കുകയാണ് വിജയരഹസ്യം. അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെ യാതൊന്നും സാധ്യമല്ല. ഉപകരണങ്ങളുടെയും യന്ത്രസാമഗ്രികളുടെയും ബലത്തിൽ
സാമ്പത്തിക പുരോഗതി നേടാനുള്ള നമ്മുടെ ഉദ്യമം എല്ലാം ആകുന്നില്ല. പരമപുരുഷന്റെ അനുമതി നിശ്ചയമായും വേണം. അല്ലാത്ത പക്ഷം എല്ലാവിധ സഹായകരമായ വിന്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും സകലതും പരാജയപ്പെടും. വിജയത്തിന്റെ പരമകാരണം ദൈവം അഥവാ പരമപുരുഷനാകുന്നു. സാമാന്യ ജനങ്ങളുടെ ക്ഷേമ പരിപാലനത്തിനായി പരമപുരുഷന്റെ പ്രതിനിധിയാണ് രാജാവെന്ന് മഹാരാജാവ് യുധിഷ്ഠിരനെ പോലെയുള്ള രാജാക്കന്മാർ പൂർണ്ണമായും അറിയുന്നു. യഥാർത്ഥത്തിൽ രാജ്യം പരമപുരുഷനായ ഭഗവാന് അവകാശപ്പെട്ടതാകും. നദികൾ, സമുദ്രങ്ങൾ, വനങ്ങൾ, മലകൾ, ഔഷധികൾ മുതലായവയൊക്കെയും മനുഷ്യന്റെ സൃഷ്ടികളല്ല. അവയെല്ലാം തന്നെ ഭഗവാന്റെ സൃഷ്ടികളാകുന്നു. എന്ന് മാത്രമല്ല, ഭഗവത് സേവനത്തിനായി ഭഗവാന്റെ വിഭവങ്ങൾ വിനിയോഗിക്കാൻ ജീവാത്മാക്കളെ അദ്ദേഹം അനുവദിച്ചിരിക്കുന്നു. ഇന്നത്തെ മുദ്രാവാക്യം സകലതും ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആകയാൽ ഭരണകൂടവും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കപ്പെടുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈശ്വരാവബോധത്തെയും മാനവ ജീവിതത്തിന്റെ പരിപൂർണതയെയും ഈശ്വര ഭക്തിയുള്ള ആദർശ സംഹിതയെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു നവ മനുഷ്യവർഗം സൃഷ്ടിക്കുവാൻ ലോകം വീണ്ടും മഹാരാജാവ് യുധിഷ്ഠിരനെ പോലെ അല്ലെങ്കിൽ മഹാരാജാവ് പരീക്ഷിത്തിനെ പോലുള്ള രാജാക്കന്മാരുടെ കാലടികളെ പിന്തുടരേണ്ടതാകും. ഭഗവതേച്ഛയാൽ സകലതും യഥേഷ്ടമുണ്ട്. ആകയാൽ മനുഷ്യർ തമ്മിലും അല്ലെങ്കിൽ മൃഗങ്ങൾ തമ്മിലും അല്ലെങ്കിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലും അല്ലെങ്കിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുമുള്ള വിദ്വേഷം കൂടാതെ വിഭവങ്ങളുടെ ഉചിതമായ ഉപയോഗത്തിലൂടെ നമുക്ക് സ്വസ്ഥമായി സുഖമായി ജീവിക്കാൻ കഴിയുന്നു. ഭഗവാന്റെ നിയന്ത്രണം സർവയിടത്തുമുണ്ട്. മാത്രമല്ല, ഭഗവാൻ സംപ്രീതനാകിയാൽ പ്രകൃതിയുടെ എല്ലാ ഭാഗവും ഹൃദയമായിരിക്കും. ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കാൻ നദി സമൃദ്ധമായി ഒഴുകും. സമുദ്രങ്ങൾ യഥേഷ്ടം ധാതുക്കളും മുത്തുകളും രത്നങ്ങളും പ്രദാനം ചെയ്യും. വനങ്ങൾ വേണ്ടുവോളം മരങ്ങൾ, തടികൾ, ഔഷധികൾ, പച്ചക്കറികൾ എന്നിവ സംഭരിച്ചു നൽകും. ഋതുഭേദങ്ങൾ ഫലങ്ങളും പുഷ്പങ്ങളും സമൃദ്ധമായ തോതിൽ ഉൽപ്പാദിപ്പിക്കാൻ കാര്യക്ഷമമായി സഹായിക്കും. വ്യവസായശാലകളെയും യന്ത്രോപകരണങ്ങളെയും ആശ്രയിക്കുന്ന കൃത്രിമ മാർഗത്തിലുള്ള ജീവിതത്തിന് ദശലക്ഷക്കണക്കിന് രൂപയുടെ വ്യയത്തിൽ പരിമിതമായ തോതിൽ മാത്രമേ സൗഭാഗ്യം നൽകാൻ കഴിയുകയുള്ളൂ. വലിയൊരംശം ജനങ്ങളുടെയും ഊർജം വ്യവസായശാലകളിലെ ഉൽപാദനത്തിനായി വിനിയോഗിക്കുകയാൽ പ്രകൃതി ഉൽപ്പന്നങ്ങൾക്ക് പ്രതിബദ്ധത ഉണ്ടാകുന്നു. ഇക്കാരണത്താൽ സാമാന്യ ജനങ്ങൾ അസന്തുഷ്ടരാകുന്നു. ഉചിതമാം വണ്ണം അഭ്യസിക്കപ്പെടാത്ത പക്ഷം പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന സ്ഥാപിത താല്പര്യക്കാരുടെ കാലടികളെ സാമാന്യ ജനങ്ങൾ പിന്തുടരുകയും അങ്ങനെ വ്യക്തികൾ തമ്മിലും രാഷ്ട്രങ്ങൾ തമ്മിലും നിശ്ചിതമായ മത്സരം ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനെ നിയന്ത്രിക്കാൻ ഭഗവാന്റെ ശിക്ഷിതനായ പ്രതിനിധിക്കും സാധ്യമല്ലാതാകുന്നു. ഇവിടെ നൽകിയിരിക്കുന്നവയുമായി താരതമ്യപ്പെടുത്തി ആധുനിക സംസ്കാരത്തിന്റെ ന്യൂനതകളെ നിരൂപിക്കണം. മാത്രവുമല്ല, മനുഷ്യനെ ശുദ്ധമാക്കാനും കാലത്തിന് ചേരാത്ത കാര്യം തുടച്ചു നീക്കാനും നാം യുധിഷ്ഠിരന്റെ പാത പിന്തുടരണം. ഹരേ കൃഷ്ണ. ഓം തത്സത്. ഓം അജ്ഞാനതിമിരന്തസ്യ ചക്ഷുരുന്മേലതസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനി നാമനെ. നമസ്തേ സരസ്വതി ദേവി ഗൗരിവാണി പ്രചാരണി നിർവിശ്വസനവദേ പാശ്ചാത്യ ദേശധാരണെ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവ സർഗൗർ ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. വളരെ വിശദമായിട്ട് ഭംഗിയായിട്ട് പ്രഭുപാദര് ഇതിന്റെ ഭാവാർത്ഥം ഓൾറെഡി എഴുതി കഴിഞ്ഞു. അത് ഞാൻ വായിച്ചു. ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ചും ഇത്രയും ഉത്കൃഷ്ടരായിട്ടുള്ള ശുദ്ധഭക്തര് ഇരിക്കുന്ന ഈ വേദിയിൽ ഈ ഉള്ളവന് ഇതിൽ കൂടുതലായിട്ട് എന്താണ് ആഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഹരേ കൃഷ്ണ. നാദ്യ സമുദ്ര ഗിരായ സവനസ്പതി വിരൂഢ ഫലാന്ത്യ ഔഷധയ സർവ കാമാം അൻവൃതു അസ്യവൈ. നദികള്, സമുദ്രങ്ങൾ, കുന്നുകൾ, പർവ്വതങ്ങൾ, വനങ്ങൾ, വള്ളിച്ചെടികൾ, സജീവമായ മരുന്നുകൾ എന്നിവ എല്ലാ സീസണിലും രാജാവിന് അവരുടെ നികുതി വിഹിതം ധാരാളമായി നൽകി. അല്ലേ? അപ്പൊ ഇതിനോടൊപ്പം പറയാൻ പറ്റുന്ന വേറൊരു ശ്ലോകം എന്ന് പറയുന്നത് സർവകാമ ദുഃഖാമഹി. അല്ലെ? ഈ ഭൂമി മഹി നമുക്ക് എല്ലാം നൽകാൻ കഴിയും.
യഥാർത്ഥത്തില് അത് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാം ഭൂമി നമുക്ക് തരുന്നുണ്ട്. നമുക്കിതൊന്നും നിർമ്മിക്കാൻ പറ്റില്ല, അല്ലെ? നമ്മൾ ഈ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിയുന്നതല്ല. ശാസ്ത്രജ്ഞന്മാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഞാനാണ് അല്ലെങ്കിൽ അവരാണ് ഇതെല്ലാം നിർമ്മിച്ചതൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ഓരോ കാര്യങ്ങളും ഭഗവാൻ ഓൾറെഡി ഇവിടെ വച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ എടുത്തിട്ടാണ് അവരതൊക്കെ ചെയ്തത്, അല്ലെ? പക്ഷെ അവരൊക്കെ ചെയ്തിട്ട് അതൊരു കാര്യം ഉണ്ടാക്കിയിട്ട് അവര് നോബൽ സമ്മാനം വാങ്ങിക്കുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് വേറൊരു ശാസ്ത്രജ്ഞൻ വരുന്നു. ഇദ്ദേഹം പറഞ്ഞതൊക്കെ തെറ്റാണെന്നും ഇതാണ് ശരിയെന്നും പറഞ്ഞിട്ട് അദ്ദേഹവും വേറൊരു നോബൽ സമ്മാനം വാങ്ങി, അല്ലെ? ഒരു കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞ് തെറ്റാണെന്ന് പറഞ്ഞിട്ട് വേറൊരു ശാസ്ത്രജ്ഞൻ വന്ന് പുള്ളിക്കാരനും നോബൽ സമ്മാനം വാങ്ങും, അല്ലെ? അവരൊക്കെ അതുകൊണ്ട് ജീവിക്കുന്നു. നമ്മൾ മണ്ടന്മാര്, പൊട്ടന്മാര്, അല്ലെ? ഇവരെയൊക്കെ പുറകെ നടന്ന് ഇവരൊക്കെ പറയുന്നതെല്ലാം പഠിച്ച് നമ്മൾ PhD എടുക്കുന്നു, അല്ലെ? അപ്പൊ ഇതാണ് ഇവിടെ ഭൗതികതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ആർക്കും ഒന്നും തന്നെ സ്വയം അവർക്ക് ഉൽപ്പാദിക്കാൻ സാധിക്കില്ല, കഴിയില്ല, അല്ലെ? അവർക്ക് അതിനുള്ള കെൽപ്പില്ല. കാരണം ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. എല്ലാം തന്നിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്, സാക്ഷാൽ ഭഗവാനാണ് നമുക്കെല്ലാം തന്നിട്ടുള്ളത്, അല്ലേ? അപ്പൊ ഈ ഭൂമി അവിടെ തന്നെ ഉണ്ട്. ഭൂമി റഭോ നലോ വായു, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവ ഭഗവാന്റെ ദാനങ്ങളാണ്. ഭഗവാൻ ഇതെല്ലാം നമുക്ക് ദാനമായി തന്നിരിക്കും. ഇത് വച്ചിട്ടുള്ള ഈ ചേരുവകളൊക്കെ വച്ചിട്ടുള്ള കളികളാണ് നമ്മൾ കളിക്കുന്നത് ഈ ഭൗതിക ലോകത്ത്, അല്ലെ? നമ്മൾ എന്ത് കണ്ടാലും എന്തു തന്നെ നമ്മൾ കണ്ടിരുന്നാലും അവ ഈ 5 സ്ഥൂല ഘടകങ്ങൾ അല്ലെങ്കിൽ അല്ലെ കൊണ്ടുണ്ടാക്കിയതാണ്. ഇതെല്ലാം കൊണ്ടുണ്ടാക്കിയ കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്ന സർവ്വതും, അല്ലെ? അതിൽ ഒരെണ്ണം പോലും മാറ്റി നിർത്താൻ പറ്റില്ല. നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. കാര്യം അങ്ങനെ ഒരു സാധനമില്ല. ഭഗവാൻ ഉണ്ടാക്കിയതല്ലാതെ മറ്റൊരു സാധനം നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഭൗതിക ലോകത്ത് നമ്മൾ എന്ത് കണ്ടാലും, അല്ലെ, ഈ 5 സ്ഥൂല ഘടകങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. അതിൽ കൂടുതലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ആകാശം, അല്ലെ? എല്ലാ ഭൗതിക നാഗരികതയുടെയും ഘടകങ്ങൾ ഇതാ. സ്ഥൂലമായി, അല്ലെ? സ്ഥൂലമായിട്ടുള്ളതും സൂക്ഷ്മമായിട്ടുള്ളതും, അല്ലെ? എന്തൊക്കെയാണ്? മനോബുദ്ധി, അഹങ്കാരം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഈ മൂന്നും കൂടെ ചേരും. ഈ 5, 3, 8, അല്ലെ? ഇവയാണ്. ഇപ്പോൾ ഇവയുടെ മിശ്രിതത്താൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ കണ്ടെത്താനാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമെന്നർത്ഥം. ഇതിൽ കൂടുതൽ നമുക്കിനി തറത്തല കുത്തി നിന്ന് കഴിഞ്ഞാലും നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും മാത്രമേ ഭഗവാൻ തന്നിട്ടുള്ളൂ. ആ ഭഗവാൻ തന്നതിൽ നിന്ന് നമുക്ക് പല മിക്സിംഗ് ആക്കി മാറ്റിയിട്ട് നമുക്ക് അതുണ്ടാക്കി ഇതുണ്ടാക്കി എന്ന് പറയാമെന്നുള്ളതല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല, അല്ലെ? അത് എന്നാണോ ഈ മനുഷ്യർ മനസ്സിലാക്കുന്നത്, ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കുന്നത്, അന്നേ നമുക്ക് നന്നാകാൻ പറ്റും, അല്ലെ? ഭൂമി നമുക്ക് മതിയായ വിതരണം എങ്ങനെ നൽകുന്നു? അതിനാൽ നദി, മറ്റും എന്നിവയുടെ ക്രമീകരണമുണ്ട്. സമുദ്രത്തിൽ ജലശേഖരമുണ്ട്. അത് പ്രായോഗികമാണ്. നമ്മുടെ അളവനുസരിച്ച് നമുക്ക് കുറച്ച് ജലശേഖരം സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ എല്ലാ വീടുകളിലും ജലശേഖരമുണ്ട്, അല്ലെ? നമ്മുടെ എല്ലാ വീട്ടിലും ടാങ്ക് ഉണ്ടല്ലോ, അല്ലെ? ഒരു വാട്ടർ ടാങ്ക് ഇല്ലേ? അതെവിടെയാണ് വെച്ചിരിക്കുന്നത്? നമ്മൾ ഏറ്റവും മുകളിലാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിലേ ആ ഫോഴ്സിന് വെള്ളം താഴോട്ട് വരത്തുള്ളൂ. എല്ലാ നിലയിലും വെള്ളം കിട്ടണം, അല്ലേ? അതുകൊണ്ടാണ് അത് ഏറ്റവും മുകളിൽ വെച്ചിരിക്കുന്നത്. ഈ ജലശേഖരം എന്താണ്? സമുദ്രമാണ്. എന്താണ്? പ്രകൃതിയാലുള്ള ജലശേഖരം സമുദ്രമാണ്. കാരണം നമുക്ക് വളരെയധികം വെള്ളം ആവശ്യമാണ്, അല്ലെ? നമ്മൾ ചിലപ്പോ പറയില്ലേ, നമ്മള് വെള്ളം പോലെ ചെലവഴിച്ചുകൊണ്ടിരിക്കുവാണ്, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ. പക്ഷെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖല രാജ്യം. അവിടെ നമുക്ക് ധാരാളം വെള്ളം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ധാരാളം നദികളും ഭഗവാൻ തന്നിട്ടുണ്ട്, അല്ലെ? നമ്മൾ നദിയിൽ പോയി കുളിക്കും, അല്ലെ? ഗംഗാനദിയിലൊക്കെ പോയി കുളിക്കും നമ്മൾ, അല്ല, പാവങ്ങളൊക്കെ കളയാനായിട്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി നദികൾ നമ്മൾ അധിവസിക്കുന്ന സ്ഥലത്തും നമുക്ക് ഒത്തിരി നദികൾ ചുറ്റും കാണാൻ പറ്റും. അവിടെയൊക്കെ പോയി നമ്മൾ കുളിക്കാറുണ്ട്, അല്ലെ? അവിടെ നിന്നൊക്കെ ഉള്ള വെള്ളം നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ രാജ്യത്ത്, അല്ലെ, ഒരുപാട് പുണ്യ നദികളുണ്ട്. ഗംഗ, യമുന, നർമ്മദ, ഗോദാവരി, കൃഷ്ണ, അല്ലെ? സമ്പൂർണമാണ്, അല്ലെ? ഒത്തിരി ഒത്തിരി ജലസംഭരണികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നദികൾ ഭഗവാൻ പല സ്ഥലത്തിലേക്കും തന്നിട്ടുണ്ട്, അല്ലെ? അത് ഒരുപാട് നഗരങ്ങളിൽ എത്തുന്ന രീതിയിലുള്ള എന്താണ് ഇതാണ് ഭഗവാൻ അവിടെ നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഭയങ്കര കാൽക്കുലേഷൻസ് ആണ്.
വലിയ വലിയ നദികളുണ്ട്, ചെറിയ ചെറിയ നദികളുണ്ട്. അപ്പൊ ഈ ഉഷ്ണമേഖല രാജ്യത്ത് ഈ വെള്ളം ആവശ്യമായിട്ടുള്ള ഈ സ്ഥലത്ത് ഇത്രയും നദികൾ ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാവർക്കും തികയത്തുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ ഇത്രയും നദികൾ നമുക്ക് തന്നിട്ടുള്ളത്. ഇതല്ല, കുറച്ച് കൂടുതലുണ്ട്. നമ്മള് അത് ശുചിത്വത്തിനായി ഉപയോഗിക്കുന്നു, അല്ലെ? പ്രകൃതിദത്ത ആന്റിസെപ്റ്റിക് വെള്ളം, അല്ലെ? നമ്മള് വെള്ളത്തിൽ കഴുകിയാലും അത് ആന്റിസെപ്റ്റിക് ആയിരിക്കും, സ്വാഭാവികം. ഇന്ത്യയിൽ ആവശ്യത്തിന് തുണിയില്ലാത്ത ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ പോലും, അല്ലെ, അദ്ദേഹം അതിന് ഒരു എന്താണ്, ആ, ആ, എന്താണ്, മറുതുണിക്ക് ഉടുതുണിക്ക് മറുതുണി ഇല്ല എന്ന് പറയുന്നത് പോലെ, അല്ലെ? അദ്ദേഹത്തിന് ഈ ഒരെണ്ണം കഴുകിയാലും വേറൊരെണ്ണം എടുക്കാൻ പറ്റുള്ളൂ. അത് ഉണങ്ങിയാലേ ഇടാൻ പറ്റുള്ളൂ. ആ അങ്ങനെയുള്ള ആൾക്കാർ പോലും ദിവസം 2 തവണയെങ്കിലും കുളിക്കും, അല്ലേ? അവര് തുണി കഴുകും, കുളിക്കും. അപ്പോ കാര്യം എന്താണ്? ഇവിടെ ഉഷ്ണമേഖല ആയതുകൊണ്ടാണ്. അതിനൊന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഭഗവാൻ തന്നിട്ടില്ല. ഇഷ്ടംപോലെ ജലസ്രോതസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ കഴുകുന്നു, അത് കഴുകി നമ്മളിങ്ങനെ പൊക്കി പിടിച്ചാൽ മതി, 5 മിനിറ്റിനകത്ത് ഉണങ്ങി കിട്ടും. കാരണം ഉഷ്ണമല്ലേ, ചൂടല്ലേ, അല്ലേ? അത് ഉണങ്ങി കിട്ടും. ആ പക്ഷെ ഉണങ്ങി കിട്ടി കഴിഞ്ഞാൽ അത് ആന്റിസെപ്റ്റിക് ആവുകയാണ്. അതിനകത്ത് വേറെ അണുക്കളോ ഒന്നും കാണും. അതാണ് പ്രകൃതിയായിട്ട് തന്നിരിക്കുന്ന എന്താണ് കാര്യങ്ങൾ. നമ്മളിതൊന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതല്ല, എല്ലാം പ്രകൃതിയിൽ കൂടെ കിട്ടുന്നതാണ്, അല്ലേ? അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഭഗവാൻ ഇതെല്ലാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പൂർണ്ണമതം പൂർണ്ണമിതം, അല്ലെ? ഈശോപനിഷത്തിൽ പറയുന്നത്. ഭഗവാന്റെ ക്രമീകരണം വളരെ ബൃഹസ്തതാണ്, വളരെ വലുതാണ്. നമുക്ക് പാല്, ധാന്യങ്ങൾ എന്നിവയുടെ സമൃദ്ധമായ വിതരണം ലഭിക്കുന്നു. വസ്ത്രധാരണത്തിന് നമുക്ക് പട്ടുണ്ട്, കോട്ടനുണ്ട് എന്നിവയുടെ സമൃദ്ധമായ വിതരണം ലഭിക്കുന്നു, അല്ലെ? ഭക്ഷിക്കാനായിട്ട് നമുക്ക് ധാന്യങ്ങൾ, പഴങ്ങൾ, അല്ലെ, കിട്ടുന്നുണ്ട്. പൂക്കൾ കിട്ടുന്നുണ്ട്. എന്നിവയുടെ സമൃദ്ധമായ വിതരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ സമൃദ്ധമായ വിതരണത്തിനുള്ള മാർഗങ്ങൾ ഇവയാണ്. ആദ്യത്തെ കാര്യം നദികൾ, ജലശേഖരം, അല്ലെ? നമ്മുടെ ജലശേഖരം സമുദ്രമാണ്. അതെന്താ ചെയ്യുന്നത്? ബാഷ്പീകരണം വഴി, അല്ലെ? അവിടെയാണ് വേറൊരു സയൻസ് അവിടെ വരുന്നത്, അല്ലെ? കാര്യങ്ങളാണ് ഭഗവാൻ അവിടെ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് നോക്കും. ബാഷ്പീകരണം വഴി മേഘം രൂപം കൊള്ളും. നമുക്ക് സമുദ്രത്തിൽ പോയി നമുക്ക് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യണു? ഇതെല്ലാം ബാഷ്പീകരിച്ചിട്ട് മുകളിലത്തെ ടാങ്കിൽ വെച്ചുകൊണ്ടിരിക്കുക, അല്ലെ? അപ്പോ ആ മേഘം, അല്ലെ, ആ മേഘത്തില് ആ ബാഷ്പീകരണം ഇതെല്ലാം ഉണ്ട്. താഴെ കിടന്ന വെള്ളം മുഴുവൻ മേഘമായി നിൽക്കുകയാണ്. മേഘ രൂപം കൊള്ളുന്നു. നമ്മള് മുകളിലെ നിലയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത് പോലെ നമ്മുടെ ടാങ്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ഇവിടെ എല്ലാ ദിവസവും ഒരു 10-20 മിനിറ്റ് KBRൽ ഒരാൾ പോയിട്ട് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു ഡിവോട്ടി പോയി അവിടെ സ്വിച്ച് ഇടണം. സ്വിച്ച് ഇടുമ്പോൾ തന്നെ ഇത് കിണറ്റിൽ നിന്ന് പമ്പ് ചെയ്ത് മുകളിലേക്ക് എത്തും, അല്ലെ? മുകളിലത്തെ ടാങ്കിലേക്ക് എത്തും എന്ന് പറയുന്നത് പോലെ ഭഗവാൻ ഇതൊക്കെ എങ്ങനെയാണ് മുകളിലെത്തിക്കുന്നത്? ബാഷ്പീകരിച്ച്, സൂര്യന്റെ ചൂട് കൊണ്ട് ബാഷ്പീകരിച്ച് മുകളിലോട്ടാക്കി മേഘമായിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്, അല്ലെ? മുകളിലത്തെ ടാങ്കിൽ നിർത്തിയിരിക്കുകയാണ്. നമുക്ക് എപ്പോഴാണോ ആവശ്യം, അല്ലെ? നമുക്ക് ശുദ്ധമായ വെള്ളം കിട്ടണ്ടേ? ഉപ്പുവെള്ളം പോരല്ലോ, അതിനുവേണ്ടിയാണ് അവിടെ മഴ റെഡിയാക്കി വെച്ചിരിക്കുന്നത്, അല്ലെ? കൃഷ്ണന്റെ പമ്പിംഗ് പ്രക്രിയ ഈ മേഘമാണ്. വേനൽക്കാലം മുഴുവൻ വെള്ളം ബാഷ്പീകരിക്കുക. അവ നമ്മുടെ തലയിലാണ്, ഏറ്റവും മുകളിലാണ് ഇരിക്കുന്നത്, ആകാശത്താണ്. തുടർന്ന് വെള്ളം ഭൂമിയിലുടനീളം വിതരണം ചെയ്യും, അല്ലെ? എന്നിട്ട് എല്ലാവർക്കും അതിങ്ങനെ മഴ വഴി വിതരണം ചെയ്ത് കൊടുക്കാൻ ശുദ്ധമായ വെള്ളമാണത്, അല്ലെ? കാമം വവർഷ പർജന്യ എന്നാണ് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ. കാരണം വെള്ളം ആവശ്യമാണ്, എല്ലാവർക്കും ആവശ്യമാണ്. വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെ? പക്ഷെ ഇവിടെ ഭഗവാൻ അതിനുവേണ്ടി എത്ര നല്ല ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. മഴക്കാലത്ത് തൽക്കാലം വെള്ളം വിതരണം ചെയ്യപ്പെടും. ഭാവിയിലെ വിതരണത്തിനായി അത് കുന്നുകളുടെയും പർവ്വതങ്ങളുടെയും തലയിലാണ് സംഭരിക്കുന്നത്. അപ്പൊ കുന്നുകളുടെ മുകളിലും പർവ്വതങ്ങളുടെ മുകളിലും ഒക്കെയാണ് ഭഗവാൻ ഇനി ഭാവിയിലേക്ക് സംഭരിച്ചു വെച്ചിരിക്കുന്നത്. സംഭരണം അവിടെയാണ്, അല്ലെ? നമ്മളെ ഇടുക്കി ഡാമിലൊക്കെ സംഭരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഭഗവാൻ അവിടെയാണ് സംഭരിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പോ നമുക്ക് എടുത്തു തരാന് അതിങ്ങനെ ഒഴുകി നദിയായിട്ട് വരും, അല്ലെ? ആ കുന്നുകളിൽ നിന്നും പർവ്വതങ്ങളിൽ നിന്നും നദികളിൽ നിന്നും അവ ജലവിതരണ സ്രോതസ്സായി ഇരിക്കണമെന്ന് കരുതും, അല്ലെ? വർഷം മുഴുവനും വെള്ളം വിതരണം ചെയ്യും. നമുക്ക് ഒരിക്കലും വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല, അല്ലെ? അതിങ്ങനെ സാമൂതം കിട്ടിക്കൊണ്ടേയിരിക്കും. അത് തലയിലാണ് ഭഗവാൻ സംഭരിച്ചിരിക്കുന്നത്. അതേ തത്വം നാം അനുസരിക്കുന്നു, അല്ലെ? നമ്മൾ അതാണ് ഫോളോ ചെയ്യുന്നത്. വീടിന്റെ ഏറ്റവും മുകളിലുള്ള നിലയിൽ, അല്ലെ, ടാങ്ക് കെട്ടിയിട്ട് നമ്മൾ അവിടെ വെള്ളം സൂക്ഷിക്കുന്നു. പൈപ്പിലൂടെ നമുക്ക് ജലവിതരണം നമ്മുടെ വീടുകളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ റൂമിലേക്ക്, അല്ലെങ്കിൽ പൈപ്പിലേക്ക്, നമ്മുടെ റൂമിനകത്തുള്ള പൈപ്പിലേക്ക് അത് എത്തുന്നു, അല്ലെ? തലയിലെ സ്റ്റോക്കിൽ നിന്നാണ് വെള്ളം വിതരണം ചെയ്യുന്നത്. വലുതും ചെറുതുമായ തടാകങ്ങളുണ്ട്,
അത് വിതരണം ചെയ്യപ്പെടുന്നു. അതേ പ്രക്രിയയാണ് നമ്മളും കടമെടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ നാദ്യ അല്ലെ, സമുദ്രഗ്രായ പൂർണ്ണ സഹരം. അപ്പൊ ഇതെല്ലാം സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? സമുദ്രത്തിലാണ്. കൂടാതെ ഇത്രയും വലിയ ജലശേഖരം ഉപ്പുവെള്ളമാണെന്ന് നോക്കും അല്ലെ. അത് ഉപ്പുവെള്ളമാകുന്നത് എന്തുകൊണ്ട്? അത് ഒരിക്കലും വിഘടിക്കില്ല. അതുകൊണ്ട് പക്ഷേ നമുക്ക് ഉപ്പുവെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല. അതിനാൽ അത് സൂര്യപ്രകാശത്താൽ വാറ്റിയെടുത്ത് നമ്മൾ നമ്മൾ വാറ്റിയെടുക്കുന്ന തെളിഞ്ഞ വെള്ളം എടുക്കും. നമ്മൾ മഴയിൽ നിന്ന് നേരിട്ട് വെള്ളം ശേഖരിക്കുകയാണെങ്കിൽ അത് വാറ്റിയെടുക്കുന്ന വെള്ളമാണ്, ശുദ്ധമായ വെള്ളമാണ്. അതിനകത്ത് ഉപ്പുരസം ഉണ്ടാവില്ല അല്ലേ. എന്തൊരു അതിശയ പ്രതിഭാസമാണെന്ന് നോക്കണം. യാതൊരു മലിനീകരണവും ഇല്ല ആ വെള്ളത്തിൽ. വൃത്തിയുള്ളതും വളരെ മനോഹരവുമാണ് അല്ലേ. ഈ കപ്പലിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് കാണാൻ പറ്റുമോ? അവിടെ ആരെങ്കിലും കപ്പലിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ, അത് ഭയങ്കര ശുദ്ധജലമാണ് അവിടെ കിട്ടും. ഏതാണ്ട് 20 അടി വരെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. വളരെ തെളിഞ്ഞ ക്ലിയർ ആയിട്ടുള്ള വെള്ളം. ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കുന്ന ഈ കപ്പലിലൊക്കെ പോകുമ്പോൾ ഉള്ളിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ശാന്തമാണ്. അവിടെ തിരയുന്നുണ്ടാവില്ല അല്ലെ. തിരയൊക്കെ ഈ കരയോട് അടുപ്പിച്ചിട്ടാണ് കൂടുതൽ തിരയുണ്ടാവും. അപ്പൊ അകത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ തിരയുണ്ടാവില്ല. അവിടെ ഇങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ പോകും അല്ലെ. അപ്പോൾ അതിന്റെ അടിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അവിടെയുള്ള സമുദ്ര ജീവികളെയും സമുദ്ര ചെടികളെയും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ഏതാണ്ട് 20 അടിയോളം ശുദ്ധജലമാണ് അല്ലെ. ക്ലീനാണത്. സമുദ്രജലം എല്ലാം വളരെ വ്യക്തമാണ്. അതിനാൽ എല്ലാം മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്നു ഭഗവാൻ ഇവിടെ. നമ്മളിത് ഈശ്വരനെ അനുസരിക്കുമ്പോൾ അവർ നന്നായി പ്രവർത്തിക്കും. നമ്മൾ ഒരു നല്ല പൗരനാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് നമ്മളെ സഹായിക്കും അല്ലെ. നമുക്ക് എന്താണോ വേണ്ടത് അതെല്ലാം ഗവൺമെന്റ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ നിയമവിരുദ്ധനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അല്ലെ. നമ്മൾ ദുഷ്ടനാണെങ്കിൽ, നമ്മൾ കുറ്റവാളിയാണെങ്കിൽ നമുക്ക് യാതൊരു വിതരണവും ഗവൺമെന്റ് തരത്തില്ല അല്ലെ. അതുപോലെയാണ് നമ്മൾ എവിടെ കൂടും, നമ്മൾ ജയിലിലോട്ട് പറഞ്ഞു വിടും. അതാണ് അത് മറ്റൊരു ക്രമീകരണം. ഇപ്പോൾ ഇത് ആരുടെ സ്വത്താണ്? നദികൾ, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, കാട്, അത് ആരുടെ സ്വത്താണ്? ഇത് ഭഗവാൻ കൃഷ്ണന്റെ സ്വത്താണ്. ഭോക്താരാം യജ്ഞതപസാം അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സർവലോക മഹേശ്വരം. ഭഗവാൻ പറയുന്നു, ഞാൻ ആണ് എല്ലാത്തിന്റെയും ഉടമ, സർവലോക മഹേശ്വരം. ഈ ഗ്രഹം മാത്രമല്ല, സർവലോകം, സർവഗ്രഹങ്ങളുടെയും ഉടമസ്ഥൻ ഞാനാണ് അല്ലെ. എല്ലാ പ്രപഞ്ചങ്ങളും ഭഗവാനാണ് അതിന്റെ ഉടമ. നമ്മളൊരു പക്ഷെ അത് പരിപാലിക്കപ്പെടുക മാത്രമേ അല്ലെ. യഥാർത്ഥത്തിൽ നമ്മൾ പരിപാലിക്കപ്പെടും. വിതരണ രീതിയും അവിടെയുണ്ട്. ഭഗവാൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക അല്ലെ. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും ഒരു കാര്യത്തിനും ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ട് വലിയ അളവിൽ അല്ലെ ധാതുക്കളും രത്നങ്ങളും ലഭിക്കും. ഈ കടൽ നമ്മുടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട് അല്ലേ. നമ്മുടെ അതിനകത്ത്, കടലിനകത്ത് അല്ലെങ്കിൽ സമുദ്രത്തിനകത്ത് രത്നങ്ങളുണ്ട്, ധാതുക്കളുണ്ട്, മുത്തുകളുണ്ട്, ഭയങ്കര വിലപിടിപ്പുള്ള മുത്തുകളുണ്ട് അല്ലെ. അതിനാൽ നമ്മൾ പൂർണ്ണമായും ഭഗവാൻ കൃഷ്ണനെ ആശ്രയിക്കണം. അതിനെയാണ് പൂർണ്ണ സമർപ്പണം എന്ന് പറയുന്നത് അല്ലെ. സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അല്ലെ. ഭഗവാനെ സേവിക്കുകയും ചെയ്യണം. എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് യാന്ത്രികമായി വരും. കാരണം എല്ലാത്തിനും മുമ്പ് വിതരണക്കാരൻ ആരാണ്? ഭഗവാൻ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനാണ്. ഏകോ ബഹുനാം യോ വിദധാതി കാമാൻ അല്ലെ എന്ന് കഠോപനിഷത്ത് പറയുന്നുണ്ട്. നമ്മളും ഈശ്വരനും അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഭഗവാൻ അവിടെ ഓടക്കോയിൽ വായിക്കുന്നതും അല്ലെ രാധാറാണിയുടെ സഹവാസം ആസ്വദിക്കുന്നതും നമ്മൾ കാണുന്നത് പോലെ അതിനാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് രാധാറാണിയെ സൃഷ്ടിച്ച് ഒരു ഓടക്കോയിൽ കൃഷ്ണനെ അനുകരിക്കാൻ പറ്റുമോ? എന്നാൽ അതിനർത്ഥം നമ്മൾ കൃഷ്ണനാണെന്ന് അല്ല അല്ലെ. അങ്ങനെ അനുകരിക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. കാരണം നമുക്ക് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കൃഷ്ണനായി മാറാൻ പറ്റില്ല, ഭഗവാനായി മാറാൻ പറ്റില്ല. അങ്ങനെ കരുതുന്നവരൊക്കെ മൂഢന്മാരാണ്. അങ്ങനെ കരുതുന്ന കുറച്ച് ആൾക്കാരുണ്ട് അല്ലെ. പക്ഷേ അവർക്ക് ഈ ഗോവർദ്ധനം പൊക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല അല്ലെ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അതൊന്നും വേണ്ട, ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറയും അല്ലെ. അത് കൂടുതലും കപടതയാണ്. കാരണം ഭഗവാന് മറ്റൊരു ജോലി കൂടിയുണ്ട്. എന്താണത്? ഏകോയോ ബഹുനാം വിദധാതി കാമാൻ. ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാവശ്യങ്ങൾ നിറവേറ്റാന് ശ്രമിക്കുന്നുണ്ട്.
നിറവേറ്റി തരുന്നുണ്ട്, ശ്രമിക്കല്ല, തരുന്നുണ്ട്. ഈ പറയുന്ന ആൾക്കാർ കഴിയോ? അല്ലേ? ഇവിടെ ഒരു ഭാര്യയുള്ള അതിനെ പോലും പോറ്റാൻ പറ്റുന്നില്ല. അല്ലേ? അങ്ങനെ ഇരിക്കുന്ന നമുക്കൊക്കെ എങ്ങനെയാണ് ഈ എല്ലാ ആൾക്കാർക്കും ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റുന്നത്? ഉം. അതാണ് നമ്മളും ഭഗവാനുമായിട്ടുള്ള വ്യത്യാസം. ഉം. ബുദ്ധി കുറഞ്ഞവർക്ക് വ്യത്യാസം എന്താണെന്ന് മനസ്സിലാകില്ല. ഉം. ഭഗവാൻ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ വിരലിൽ ഉയർത്താൻ കഴിയും. അപ്പോൾ നമുക്ക് അത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്ക് എങ്ങനെ കൃഷ്ണനെ അനുകരിക്കാൻ കഴിയും? അത് ഈ മൂഢന്മാര് ചിന്തിക്കണം, അല്ലേ? അവരോടൊന്ന് ചോദിച്ചാൽ മതി. ഞാനാണ് ഈ കലിയുഗത്തിലെ ഭഗവാൻ എന്നൊക്കെ പറഞ്ഞ് കലിക്ക് അവതാരമൊക്കെ ഇപ്പൊ ഓൾറെഡി ഉണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? പലരും ഉണ്ട് ഇവിടെ, ഭാര്യയും ഭർത്താവായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അവരോട് അപ്പൊ ചോദിക്കേണ്ടത്, നിങ്ങൾ ഭഗവാനാണെങ്കിൽ, ഈശ്വരനാണെങ്കിൽ ആ കൈ ഒന്ന് പൊക്കിക്ക്, ഇതിലൊന്ന് ആ പർവ്വതം ഒന്ന് പൊക്കി തരാമോ, പൊക്കി കാണിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ മതി, അല്ലേ? കൈയല്ല, മൊത്തത്തിൽ ചതഞ്ഞു പോകും, അല്ലേ? അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നദി, സമുദ്രം, പർവ്വതങ്ങൾ, മരങ്ങൾ, വള്ളിച്ചെടികൾ എന്നിവയെല്ലാം നമ്മൾ വളരെയധികം സേവിക്കണം. നമ്മൾ കൃഷ്ണനെ അനുസരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് പ്രക്രിയ. ഫലാന്ത്യ ഔഷധ, നമ്മളെ ശ്ലോകത്തിൽ പറയുന്നു. കാലത്ത് നമുക്കറിയില്ല, നമുക്ക് അസുഖം വന്നാലുടൻ നമ്മൾ ഡോക്ടറെയോ മരുന്നുകളെയോ സമീപിക്കും. എന്നാൽ കാട്ടില് എല്ലാ മരുന്നുകളും അവിടെയുണ്ട്, അല്ലെ? നമ്മൾ കാട്ടിലോട്ടൊന്ന് കയറിയാൽ മതി. പക്ഷേ ഏത് ചെടി ഏത് തരം രോഗത്തിന് മരുന്നാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെയാണ് നമ്മുടെ കുഴപ്പം, അല്ലെ? നമുക്കതൊന്നും അറിയില്ല. പക്ഷെ ഇപ്പോഴും ചില എന്താണ്, കാട്ടുവാസികൾക്ക്, കാട്ടിൽ വസിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ ചില വീഡിയോകളൊക്കെ കാണുന്നുണ്ട്, അല്ലെ? അവർ ഓരോ മരുന്ന് മുക്കി കൊണ്ടുവരുന്നു. ഇത് ഇതിന് കൊള്ളാം, അത് അതിന് കൊള്ളാം എന്നൊക്കെ. കാട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പണ്ടുള്ള ആൾക്കാർക്കൊക്കെ, അല്ലെ, ഇത് ഏത് ഔഷധമാണ്, ഇത് എന്തിന്റെ ഔഷധമാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അന്ന് നമുക്ക് ഡോക്ടർമാരുടെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ പിൽക്കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുറകോട്ട് 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 പോയി കഴിഞ്ഞാൽ, അല്ലെ, നമ്മുടെ പിതൃക്കള് അല്ലെങ്കിൽ പിതൃ മഹാന്മാരൊക്കെ, അവരാരും ഈ മരുന്നുകൾ ഡോക്ടറെ അടുത്തൊന്നും വൈദ്യന്മാരുടെ അടുത്തൊന്നും പോയിട്ടിരുന്നില്ല, അല്ലേ? അതിനൊക്കെ മുൻപേ ഈ മിക്കവാറും ഉള്ള വീടുകളിലൊക്കെ പശുക്കൾ ഉണ്ടാവും. അതാണ് വേറൊരു കാര്യം, അല്ലെ? എല്ലാ വീട്ടിലും ഇഷ്ടംപോലെ പശു ഉണ്ടായിരുന്നു പണ്ടൊക്കെ വീടുകളിൽ. നമുക്ക് കൃഷി ഉണ്ടെങ്കിലും അവിടെ ആവശ്യമായിട്ടുള്ള ചാണകവും എല്ലാം ആ പശുക്കൾ തന്നെ തരുമായിരുന്നു. പണ്ടൊക്കെയുള്ള പശുക്കൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നു, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആരെങ്കിലും ഒന്ന് ചുമക്കുന്നു, അല്ലെ? ഈ പശുവിനെ കണ്ടാൽ മനസ്സിലാകും ആ ആ ആ ആ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് അങ്ങനത്തിന് എന്ത് അസുഖമാണുള്ളത്. അന്ന് പശുക്കളെ നമ്മൾ കെട്ടിയിടത്തില്ല, അതിങ്ങനെ ഒരു 10-100 പശുക്കൾ ഉണ്ടാവും, അതിങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നു. പക്ഷെ കിടക്കാനായിട്ട് അതിന്റെ എരുത്തിലുണ്ടാവും, അല്ലെ? അത് അവിടെ വന്നിട്ട് വൈകിട്ട് വന്നിട്ട് അവിടെ കിടക്കാം. ഉം. അപ്പൊ ഈ പശു നോക്കുമ്പോ ഒരാൾക്ക് സുഖമില്ല, അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ഈ പശുവിന് മനസ്സിലാവും. ഈ പശു അന്ന് കാട്ടിൽ പോയിട്ട് എന്താ ചെയ്യാച്ചാല്, അതിനുള്ള മരുന്ന് ഔഷധങ്ങളൊക്കെയാണ് പശു കഴിക്കുക, അല്ലെ? പശുവിന് അതാണ് അമ്മ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു അമ്മയാണ് പശു, അല്ലെ? ഗോമാത. ആ പശു കഴിച്ചിട്ട് ആ പശുവിന്റെ പാല്, ഇപ്പൊ ഈ മരുന്ന് മുഴുവൻ ആ പശുവിൽ ആ പാലിൽ കൂടെ വരും, അല്ലേ? അപ്പൊ നമ്മൾ ആ പാല് കുടിക്കുമ്പോൾ, അന്നൊക്കെയുള്ള ആൾക്കാർക്ക് യാതൊരു വിഷമം ഉണ്ടായിരുന്നില്ല പാല് കുടിക്കാൻ, ഇഷ്ടംപോലെ പാല് കുടിക്കുവാൻ. ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്താൽ വേണ്ടെന്ന് പറയും, ചീച്ചയാണെന്ന് പറയും, അല്ലേ? അവർ ഇങ്ങനെ വായ ഇങ്ങനെ പൊത്തി പിടിച്ചേക്കും, അല്ലേ? കാര്യം എന്താണ്, അവർക്ക് ഇഷ്ടമല്ല. പണ്ടത്തെ പോലെയുള്ള ശുദ്ധമായിട്ടുള്ള പാല് കിട്ടുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അവർ കുറ്റം പറയാനും പറ്റത്തില്ല. മിൽമയിൽ നിന്നുള്ള പാലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ വെറും വെള്ളമാണ്, അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. അതിനകത്തുള്ള എന്താണ്, നെയ്യും എല്ലാം എടുത്തിട്ട്, തൈരും എന്താണ്, വെണ്ണയും എല്ലാം എടുത്തിട്ടാണ് നമുക്ക് തരുന്നത്. അതിൽ പിന്നെ എന്തുണ്ടാവും? അത് പിന്നെ മക്കൾക്ക് കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ ശുദ്ധമായ പാലുകൾ പലയിടത്തും ഇപ്പോഴും കറന്ന് അതുപോലെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ളവരൊന്ന് മേടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ക്വാളിറ്റി സാധിക്കും, അല്ലെ? പക്ഷെ പണ്ടുള്ള പശുക്കള് എന്താ ചെയ്യാ, ഇങ്ങനെ അങ്ങനെ കാട്ടിലോട്ട് കയറിയിട്ട് അതിനുള്ള ഔഷധങ്ങളൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്ന് അതിന്റെ പാല് നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ അസുഖം മാറുമായിരുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് മാറുമായിരുന്നു. ഇവർ അറിയത്ത് പോലും ഇല്ല ഇങ്ങനെ അസുഖം എനിക്കുണ്ടായിരുന്നു. അതാണ് പശുക്കൾ, അല്ലെ? അതുകൊണ്ടാണ് 7 അമ്മമാരിൽ ഒരാള് നമ്മുടെ പശുവാണെന്ന് പറയുന്നത്, ഗോമാതയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പൂജ ചെയ്യണം. നമ്മൾ പശുവിനെ പൂജിക്കണം, അല്ലെ? എത്രമാത്രം എന്താണ് നികൃഷ്ടമായിട്ടുള്ള ഒരു ഭൂമിയാണെങ്കിലും, അത്രമാത്രം പാപം നിറഞ്ഞ ഒരു ഭൂമിയാണെങ്കിലും, അതിനകത്ത് ഒരു ഗോമാതയെ കൊണ്ട് കെട്ടി ഒരു ദിവസം അതിങ്ങനെ ചുറ്റി നടന്ന് അവിടെ മുഴുവൻ ചാണകവും മൂത്രവും ഒക്കെ ഒഴിച്ച് അങ്ങനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാല് എല്ലാ അനിഷ്ടങ്ങളും മാറിക്കിട്ടും ആ ആ ആ ആ ആ ഭൂമിയിൽ നിന്ന്. അതാണ് ഗോമാതാവിന്റെ എന്താണ് വില എന്ന് പറയുന്നത്. അത് പറയാൻ ഒത്തിരി ഉണ്ട്, നമ്മൾ അതിലോട്ട് പോകുന്നില്ല.
അപ്പോ എല്ലാ മരുന്നുകളും എവിടെയുണ്ട്? നമ്മുടെ കാട്ടിലുണ്ട്. ഏത് ചെടി ഏത് തരം രോഗത്തിന് മരുന്നാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. ഫലാന്ത്യ സർവ കാമാം അന്വർത്തു തസ്യവൈ. കാലാനുസൃതമായ മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് പഴങ്ങളും പൂക്കളും മരുന്നുകളും എല്ലാം ലഭിക്കും. മഹാരാജ യുധിഷ്ഠിരന്റെ കാലത്ത് ഇവയെല്ലാം പ്രകൃതിയിൽ നിന്ന് ലഭിച്ചിരുന്നതിനാൽ അല്ലെ, മഹാരാജ യുധിഷ്ഠിരൻ കൃഷ്ണാബോധമുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് പ്രകൃതി അത്രയും അല്ലെ സുലഭമായിട്ട് എല്ലാം തരുന്നത്. അല്ലെ, ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇഷ്ടംപോലെ കിട്ടാനായിട്ട് നൽകാനായിട്ട് പ്രകൃതി കൊടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹം തന്റെ രാജ്യം എല്ലാ മഹാരാജ യുധിഷ്ഠിരൻ പൗരന്മാരെയും കൃഷ്ണാബോധമുള്ളവരായി നിലനിർത്തി. അല്ലെ, അതുകൊണ്ടാണ് രാജാക്കന്മാർ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ആയിരിക്കും പ്രജകൾ. അല്ലെ, തഥാ രാജ യഥാ രാജ തഥാ പ്രജ എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അല്ലെ, നിലനിർത്തി മഹാരാജ. അപ്പോ മഹാരാജ യുധിഷ്ഠിരന്റെ ചെറുമകനായ മഹാരാജ് പരീക്ഷത്തിന്റെ കാലത്തും അദ്ദേഹം കലിയെ അപലപിച്ചു. മഹാരാജ് പരീക്ഷത്തിന്റെ രാജ്യത്ത് ഒരു പശുവിനെ കൊല്ലാൻ ശ്രമിച്ചതിനാൽ അദ്ദേഹം കലിയെ കൊല്ലാൻ പോവുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം കീഴടങ്ങി. കലി കീഴടങ്ങി. അപ്പൊ എന്നിട്ട് കലി പറയാണ്, അങ്ങ് ഇവിടുത്തെ മഹാരാജാവല്ലേ, ഞാനും അങ്ങയുടെ പ്രജയല്ലേ, എന്നെയും സംരക്ഷിക്കേണ്ട കടമ അങ്ങേക്കില്ലേ? ഞാൻ പാപമാണ് ചെയ്യുന്നത്, പാപം മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് എന്നെ ശിക്ഷിക്കുന്നു? ഞാനും അങ്ങയുടെ ഒരു പ്രജയല്ലേ, എന്നെ കൂടെ രക്ഷിക്കണമെന്ന് കലി പറഞ്ഞു. ശരി. അങ്ങനെയാണ് കലി അല്ല സോറി നമ്മുടെ പരീക്ഷിത് മഹാരാജാവ് കലിയെ വിട്ടത്. എന്നിട്ട് സംരക്ഷണം നൽകി. അല്ലേ? അപ്പോ രാജാവാകുമ്പോ എല്ലാവർക്കും സംരക്ഷണം നൽകണമെന്ന്. അല്ലാതെ ഇപ്പോഴത്തെ രാജാക്കന്മാരെ പോലെയല്ല. ഇപ്പോഴത്തെ രാജാക്കന്മാര് എനിക്ക് മാത്രം സംരക്ഷണം മതി എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അല്ലെ, കണ്ടിട്ടില്ലേ ഓരോരുത്തർ പോകുന്നത്? ഇങ്ങനെ അല്ലെ, ഒരു 10-20 കാറുകൾ കൂടെ ഉണ്ടാവും. ഒരാൾ പോകും. എന്തുമാത്രം കാശാണ് അതിനു വേണ്ടി വെറുതെ കളയുന്നത്. വല്ല ഉപയോഗമുണ്ടോ? ഒരു ഉപയോഗമില്ല. അവർക്ക് പേടിയാണ് മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങി വരാൻ. കാരണം ആൾക്കാർ കണ്ട ഈ ദേഷ്യം മുഴുവൻ കൊണ്ട് തല്ലിക്കൊന്നുകളയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തരുടെ സെക്യൂരിറ്റി, ഇത്രയും സെക്യൂരിറ്റി ഒക്കെ അവർ കൊടുക്കുന്നത്. അല്ലേ? അപ്പോ എന്നിട്ട് ഇവിടെ കലി ചോദിക്കാം. മഹാരാജൻ പറഞ്ഞു, നീ പുറത്തു പോകണം. പക്ഷേ കലി ചോദിക്കണം, എന്റെ രാജ്യം എവിടെയാണ്? രാജ്യമില്ലാത്ത അല്ലെ, എന്റെ മഹത്വത്തിന് ആധിപത്യമില്ലാത്ത ഈ സ്ഥലം എവിടെയാണ്? ഞാൻ എവിടേക്ക് പോകണമെന്ന് കലി ചോദിക്കാം. പറയുവാണ്, അല്ലെ, ഈ 4 കാര്യങ്ങൾ എവിടെയാണോ നടക്കുന്നത് നീ അവിടേക്ക് പൊക്കോളുന്നു. ഏതൊക്കെ 4 കാര്യങ്ങളാണ്? ലഹരി എവിടെയാണോ ഉപയോഗിക്കുന്നത്, മാംസാഹാരം എവിടെയാണോ ഉപയോഗിക്കുന്നത്, ചൂതാട്ടം എവിടെയാണോ നടക്കുന്നത്, അല്ലെ, പിന്നെ നിയമവിരുദ്ധ ലൈംഗികത എവിടെയാണോ നടക്കുന്നത്, അവിടെയല്ല നിനക്ക് വസിക്കാം എന്ന് പറയും. അല്ലെ, ഈ 4 കാര്യങ്ങൾ എവിടെയാണ് നടക്കുന്നത് നീ അവിടേക്ക് പോകും. അവിടെയൊക്കെയാണ് കലിയുടെ സ്ഥലം. അങ്ങനെ അത്തരം ഒരു സ്ഥലം കണ്ടെത്താൻ കലിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. പലയിടത്തും പോയി കാര്യം ആരാ അവിടെ ഭരിക്കുന്നത്? പരീക്ഷിത് മഹാരാജാവാണ് ഭരിക്കുന്നത്. അല്ലെ, അതുകൊണ്ട് കലിക്ക് കാണാൻ പറ്റിയില്ല. കാരണം നിയമവിരുദ്ധ ലൈംഗികത നടക്കുന്ന സ്ഥലമില്ലായിരുന്നു. അനാവശ്യമായി മൃഗങ്ങളെ കൊല്ലുന്ന സ്ഥലമില്ലായിരുന്നു. വീഞ്ഞും ലഹരിയും ഉപയോഗിക്കുന്ന സ്ഥലമില്ലായിരുന്നു. അതിനാൽ കലിക്ക് എവിടേക്ക് പോകണമെന്ന് ബുദ്ധിമുട്ടായി. ഇപ്പോൾ അല്ലെ, പക്ഷെ ഇപ്പോഴത്തെ കലിയുഗത്തിലെ അവസ്ഥ എന്താണ്? കലിയുഗം ഭയങ്കര ശക്തമാണ്. അല്ലെ, കാരണം എല്ലായിടത്തും ഈ 4 പാപകരമായ പ്രവർത്തനങ്ങൾ നമുക്ക് യഥേഷ്ടം കാണാൻ കഴിയും. എല്ലായിടത്തും ഉണ്ട്. അല്ലെ, ഏത് മുക്കിൻ മൂലയ്ക്ക് നോക്കിക്കഴിഞ്ഞാലും ഇതൊക്കെ ഉണ്ടാവും. സ്കൂളിന്റെ ഫ്രണ്ടിലും അമ്പലത്തിന്റെ ഫ്രണ്ടിലും വരെ ഉണ്ടാവില്ല. അല്ലെ, ഇത്രയും ദൂരം വെക്കണമെന്നുള്ള നിയമം കൊണ്ട് അവർ അവിടെ അടുത്ത് വെച്ചിരിക്കണം. പിള്ളേരൊന്നും വിഷമിച്ച് ഒരുപാട് നടക്കാൻ പാടില്ലല്ലോ, അടുത്ത് തന്നെ കൊടുക്കും. അല്ലെ, പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ, അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ നേരെ അങ്ങോട്ട് പോകണം. അല്ലെ, അപ്പോ മഹാരാജ് പരീക്ഷിച്ചു. അല്ലെ, ഈ പാപകരമായ പ്രവൃത്തികൾ ആർക്കും അത് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. അതിനാൽ എല്ലാം പ്രകൃതി വിഭവങ്ങളും വിതരണം ചെയ്യപ്പെടും. കാരണം ഭൗതിക പ്രകൃതിയുടെ ഏജൻസിയിലൂടെയാണ് ഭഗവാൻ കൃഷ്ണൻ വിതരണം നടത്തുന്നത്. ഭൗതിക പ്രകൃതി സ്വതന്ത്രമാണോ എന്ന് ചോദിച്ചാൽ സ്വതന്ത്രമല്ലതാണ്. അല്ലെ, അതിനാൽ നമുക്ക് കണ്ടെത്താം. നമ്മുടെ രാജ്യത്ത് മാമ്പഴം, അല്ലെ, മാമ്പഴമുണ്ട്. പലതരത്തിലുള്ള പഴങ്ങളുണ്ട്. അല്ലെ, മാമ്പഴം പഴങ്ങളുടെ രാജാവാണ്. അതിനാൽ ഇന്ത്യയിൽ ആവശ്യത്തിന് എല്ലാ വിതരണങ്ങളും ഉണ്ട്. എന്നാൽ ചില വർഷങ്ങളിൽ വളരെയധികം വിതരണം കാണും. ഒരുപാട് വിതരണം കാണും. ചില വർഷങ്ങളിൽ വിതരണമില്ല. അതുപോലെ ധാന്യങ്ങൾ
ചില വർഷങ്ങളിൽ ആവശ്യത്തിന് വിതരണമുണ്ട്, ചില വർഷങ്ങളിൽ ഇച്ചിരി ക്ഷാമം ഉണ്ടാവും, അല്ലെ? അപ്പോൾ നമ്മൾ പ്രകൃതിയെ ആശ്രയിക്കേണ്ടി വരും. ഈ ഫലാന്തിഷ ഔഷധ്യ സർവാ വഴി ലഭിക്കുന്ന ഇവ നമ്മുടെ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ? കഴിയില്ല. ഇത് പ്രകൃതിയുടെ ദാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. പ്രകൃതി സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ട്. കൃഷ്ണന്റെ കൽപ്പന അനുസരിച്ചാണ് പ്രകൃതി പ്രവർത്തിക്കുന്നത്. നമുക്ക് എന്താണോ കിട്ടാൻ യോഗ്യതയുള്ളത് അത് മാത്രമേ ഭഗവാൻ ഇവരിലൂടെ നമുക്ക് തരത്തുള്ളൂ, അല്ലെ? ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, വിഡ്ഢികളായ ഈ ദുഷ്ടന്മാർ പ്രകൃതി യാന്ത്രികമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് കരുതുന്നു. പ്രകൃതി യാന്ത്രികമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ധാരാളം വിതരണം ഉണ്ടാകുന്നതും ചിലപ്പോൾ ധാരാളം വിതരണം ഇല്ലാത്തതും എന്തുകൊണ്ട്? കാരണം എന്താണ്? പ്രകൃതി അതേ രീതിയിൽ തന്നെ യാന്ത്രികമായി പ്രവർത്തിക്കും. എന്നാൽ ചില വർഷങ്ങളിൽ, ചില സീസണുകളിൽ ധാരാളം വിതരണം ഉണ്ടാകും. ചില വർഷങ്ങളിൽ യാതൊരു വിതരണവും ഇല്ലാത്തതും എന്തുകൊണ്ട്? അത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മയ്യാധ്യക്ഷേണ പ്രകൃതി സൂയതേ ചരാചരം. പ്രകൃതി, ഭൗതിക പ്രകൃതി എന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നു എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയാം. അതിനാൽ പ്രകൃതി പ്രവർത്തിക്കുന്നു, വസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു. അന്ധമായി എന്ന് കരുതരുത്, അല്ലെ? ഒരിക്കലും അന്ധമായിട്ടല്ലാതെ ഉൽപ്പാദിപ്പിക്കുന്നു. എല്ലാത്തിനും ഒരു ക്രമീകരണമുണ്ട്. ഇപ്പൊ നമ്മള് ആകാശത്തൂടെ പറക്കുന്ന ഒരു പ്ലെയിനിനെ കാണാം. അതിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് പറന്നുകൊണ്ടിരിക്കുവാണോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതിനകത്ത് ആരുണ്ട്? ഒരു പൈലറ്റ് ഉണ്ട്, അത് ഓടിക്കാൻ, അല്ലെ? അത് മനസ്സിലാക്കിയാൽ അതാണ് ബുദ്ധി. ആ പ്ലെയിനിന്റെ പുറകിൽ ഒരു പൈലറ്റ് ഉണ്ട്, അതിനെ നിയന്ത്രിക്കുന്ന ഒരു പൈലറ്റ് ഉണ്ട്. അതുപോലെ മുഴുവൻ ഭൗതിക പ്രകൃതിയും, അല്ലെ, പ്രവർത്തിക്കുന്നുണ്ട്. ഇവ പ്രകൃതിയുടെ പ്രവർത്തനത്തിന്റെ സ്ഥലങ്ങളാണ്. നദികൾ, അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നദികൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, പച്ചക്കറികൾ അല്ലെങ്കിൽ സസ്യങ്ങൾ, വള്ളിച്ചെടികൾ, മരങ്ങൾ, മരുന്നുകൾ എല്ലാം നമുക്ക് മതിയായ വിതരണം നൽകും. നമുക്ക് ഒരു ഡയറക്ഷൻ വേണം, അല്ലെ? ഒരു ഡെസ്റ്റിനേഷൻ വേണം, അല്ലെങ്കിൽ നമ്മൾ എത്തേണ്ടത് എന്താണെന്നുള്ളതിന്റെ ഒരു ഊഹം നമുക്ക് വേണം. സാധുശാസ്ത്ര ഗുരുവാക്യം, നമുക്ക് ഭഗവാൻ കൃഷ്ണന്റെ നിർദ്ദേശം ലഭിക്കുന്നത് സന്യാസിമാരിൽ, ആചാര്യന്മാരിൽ നിന്നും, അംഗീകൃത ഗ്രന്ഥങ്ങളിൽ നിന്നും, വേദസാഹിത്യത്തിൽ നിന്നും, അല്ലെ? സാധുശാസ്ത്രം ഗുരുവിൽ നിന്നും. ഗുരു എന്നാൽ മുൻകാല സന്യാസിമാരെ എങ്ങനെ പിന്തുടരുമെന്ന് അറിയുന്നവൻ എന്നാണ്, അല്ലെ? അറിവിന്റെ പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് അറിയുന്നവൻ. അങ്ങനെയുള്ള ആളാണ് ആര്? ഗുരു. സാധു, ശാസ്ത്രം, ഗുരു. ശാസ്ത്രം എന്നാൽ ഭഗവാൻ കൃഷ്ണന്റെ ഡയറക്ഷനാണ്, അല്ലെ? ഭഗവാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് ശാസ്ത്രം. അതിനെ ശാസ്ത്രം എന്ന് നമ്മൾ വിളിക്കും. അതിനാൽ ഭഗവാൻ പറയുന്നു, യ ശാസ്ത്രവിധിം ഉത്യജ വർത്തതേ കാമകാരത നസസിദ്ധിം അവാപ്നോതി. അതിനാൽ നമുക്ക് വേദഗ്രന്ഥം നിർമ്മിക്കാൻ കഴിയില്ല, അത് നമ്മളെ കൊണ്ട് സാധ്യമല്ല. അതിനാൽ ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം എന്ന് പറയപ്പെടുന്നു. ശാസ്ത്രം വേദഗ്രന്ഥം, എന്നാൽ ദൈവം നൽകിയ വാക്കുകളും നിയമങ്ങളുമാണ്. അപ്പോൾ നിയമം എന്താണ്? എനിക്ക് ഇതൊക്കെ എങ്ങനെയാണ് അറിയാൻ പറ്റുക, അല്ലെ? ഭഗവത്ഗീത വായിക്കണം. ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞാല്, ഭാഗവതം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഭഗവാൻ എന്താ പറഞ്ഞത്? മന്മനാഭവ മദ്ഭക്തോ മത്യാജി മാം നമസ്കുരു, അല്ലെ? എന്റെ ഭക്തനാകുക. നീ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്റെ ഭക്തനായി കഴിഞ്ഞാൽ നിനക്കിതെല്ലാം കിട്ടും, ഞാനിതെല്ലാം നിനക്ക് നൽകും, അല്ലെ? മത്യാജി മാം നമസ്കുരു, എന്നെ ആരാധിക്കുക, അല്ലെ? നമ്മളെല്ലാവരും ക്ഷേത്രത്തിലൊക്കെ ചെയ്യുന്നത് പോലെ, അല്ലെ? നമ്മൾ ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്നു, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു, അല്ലെ? കൃഷ്ണനെ മന്മനാ എന്ന് ഓർമ്മിപ്പിക്കുന്നു, അല്ലെ? മനസ്സിൽ എപ്പോഴും ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരെ? ഭഗവാന്റെ ആ സുന്ദര പാദങ്ങളെ, അല്ലെ? ആ പാദപങ്കജങ്ങളെ, അല്ലെ? ആ സുന്ദരമായ മുഖത്തെ അങ്ങനെയാണ് മറക്കാൻ പറ്റിയത്, അല്ലെ? ഓരോ ദിവസം ചെല്ലുമ്പോൾ ഓരോ തരത്തിലാണ് ഭഗവാന്റെ ആ ഒരു നോട്ട്, ആ ഒരു ചിരി, അല്ലെ? പല തരത്തിലാണ്. ചിലപ്പോൾ നമ്മൾ എന്നാ ചിരിക്കില്ല. എന്താ കാര്യം? എന്തോ കുഴപ്പമുണ്ട്, നമ്മളോട് എന്തോ പറയാനുണ്ട്, അല്ലെ? അല്ലെങ്കിൽ എന്തോ നമ്മളോട് കൺവേഴ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ചിരിക്കാത്തത്. നമുക്ക് തോന്നും, ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് തോന്നാറുണ്ട് ഭഗവാൻ ചിരിക്കുന്നില്ല, അല്ലെ? എന്താ കാര്യമുണ്ട്? ചിലപ്പോൾ ഭഗവാൻ ചിരിക്കും. എന്തിനാണ് ചിരിക്കുന്നത്? എന്റെ ഭക്തൻ വന്നല്ലോ, അല്ലെ? എന്റെ കുട്ടി എന്നെ നോക്കി, എന്നെ അന്വേഷിച്ച് വന്നല്ലോ എന്നുള്ളൊരു സന്തോഷം, ഇവൻ നല്ലൊരു ഭക്തനാണല്ലോ എന്നുള്ളൊരു സന്തോഷം. പിന്നെ ചിരിക്കുന്ന എന്തിനാണ്? വേണ്ട വന്ന് നിൽക്കുന്നു. എന്തെല്ലാം പ്ലാനുകളാണ് അവന്റെ മനസ്സിൽ, അല്ലെ? ഈ പ്ലാനുകളൊക്കെ നടക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് അവൻ അറിയുമോ എന്ന് ആലോചിച്ചിട്ടാണ് ചിരിക്കുന്നത്, അല്ലെ? നമ്മൾ പല പ്ലാനും പദ്ധതിയും കൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുന്നത്. അപ്പോഴാണ് ഭഗവാൻ അവന്റെ ഭാവഗ്രാഹി ജനാർദ്ദനൻ. നമ്മളൊരു പ്ലാൻ ഇടുന്നതിന് മുമ്പേ ഭഗവാൻ അറിയാൻ പറ്റും, ഇവൻ എന്തൊക്കെയോ കണക്കൂട്ടിൽ വെക്കുന്നുണ്ട്, കൃഷ്ണ.
അല്ലേ? അപ്പൊ അത് കണ്ടിട്ടും ഭഗവാൻ ചിരിക്കുന്നുണ്ട്. ഉം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മന്മന മവ ഭവ മദ്ഭക്തോ. നമ്മള് മനസ്സുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചാൽ മാത്രമേ ഈ ദൈവാരാധന ഒരു ഭക്തനാണ് മധ്യാജീമം ആരാധന. ക്ഷേത്രത്തിന്റെ ജോലി എന്താണ്? ആരാധന മാത്രം. കൃഷ്ണനെ പൂക്കൾ കൊണ്ടുവരിക, ഭഗവാന് നല്ല ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെ? ഭഗവാന് വേണ്ടി പാചകം ചെയ്യുക, ഭഗവാന് സമർപ്പിക്കുക. പിന്നെ നമ്മൾ എന്ത് കഴിച്ചാലും കൃഷ്ണപ്രസാദം എടുക്കുക, ഭഗവാനെ മഹത്വപ്പെടുത്തുക, അല്ലെ? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അല്ലെ? സ്മരണം, പാദസേവനം, ശ്രവണം, കീർത്തനം. ഇതാണ് ഏറ്റവും ആദ്യത്തെ മൂന്നെണ്ണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, പ്രയർ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ടത് മൂന്ന് കാര്യങ്ങൾ. എന്താണ്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും. ഭഗവാന് മാത്രമുള്ള ഈ ഭക്തിസേവനം, അല്ലേ? അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഭഗവാൻ പ്രദാനം ചെയ്യുമെന്നാണ് ഭഗവാൻ പറയുന്നത്. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല, നീ എന്നെ തന്നെ മനസ്സാ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മതി എന്നാണ്, അല്ലേ? എന്തിനാണ് നീ വിഷമിക്കുന്നത്? നീ എന്തിനാണ് വ്യാകുലപ്പെടുന്നത്? നിനക്ക് സംശയം വേണ്ട, നീ എന്നെ മാത്രം ഭജിച്ചുകൊണ്ടിരുന്നാൽ മതി, നീ എന്റെ നാമം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നൽകുമെന്നാണ്, അല്ലെ? അപ്പോൾ നമ്മള് ഭക്തി സേവനത്തിന്റെ ഈ തത്വങ്ങൾ സ്വീകരിച്ചാൽ ഭഗവാൻ എന്താണ്, അല്ലെ, ക്രമേണ നമുക്ക് ഭഗവാൻ എന്താണെന്ന് ക്രമേണ നമുക്ക് മനസ്സിലാവും. ഭഗവാൻ എല്ലാം നൽകും. യോഗക്ഷേമം വഹാമ്യഹം, ഭഗവാൻ തന്നെ പറയുന്നതാണ്, അല്ലെ? തേഷാം സരതയുക്താനാം. നമ്മൾ യഥാർത്ഥത്തിൽ കൃഷ്ണന്റെ സേവനത്തില് ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ആവശ്യങ്ങളും ഭഗവാൻ നിറവേറ്റി തരും. ഈ ശ്ലോകവും ബന്ധപ്പെടുത്തി ഒരു കഥയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അറിയാത്ത ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഈ കഥ പറയാം, ചെറുതായിട്ടൊന്ന് പറയാം, അല്ലെ? ഒരു ആ, ബ്രാഹ്മണൻ, ആ ബ്രാഹ്മണന്റെ പേരെന്താണ്? അർജുനാചാര്യ, അല്ലെ? അർജുനാചാര്യ എന്ന് പറഞ്ഞൊരു ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. വളരെ പാവപ്പെട്ട ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് ഭഗവാന്റെ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഭഗവാന്റെ വാക്ക് ഇങ്ങനെ, ആ, കഥ ഇങ്ങനെ വാഴ്ത്തുക, ഭഗവാനെ കുറിച്ച് ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജോലി. അദ്ദേഹത്തിന് ബ്രാഹ്മണനാണ്, പൂജാരിയാണ്. അമ്പലം വിട്ടു വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ജോലി. ആരെ കണ്ടാൽ യാരെയും ദേക്കോ താരെ കഹോ, കൃഷ്ണ ഉപദേശം. ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു 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 പുണ്യ ആത്മാവാണ്, അല്ലേ? പക്ഷെ ഭയങ്കര ദാരിദ്ര്യമായി. ഒരു ദിവസം ആ, പത്നി വന്ന് ചോദിച്ചു, എന്തെങ്കിലുമൊക്കെ വാങ്ങാനായിട്ട് കുറച്ച് കാശ് കയ്യിലുണ്ടാവോ? ഉം. എന്താണ്, ഇങ്ങനെ ഇരുന്നാ മതിയോ, എന്തെങ്കിലും കഴിക്കണ്ടേന്ന് ചോദിച്ചപ്പോ, അല്ലേ, അപ്പം അദ്ദേഹം ഈ ശ്ലോകം വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എന്നിട്ട് പക്ഷേ ചില ആൾക്കാർക്ക് എത്രയൊക്കെ കുറെയൊക്കെ സഹിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരില്ലേ? അങ്ങനെ ഈ എന്താണ്, ഈ അർജുനാചാര്യനും ദേഷ്യം വന്നു, അല്ലെ? ദേഷ്യം വന്നിട്ട് ആ ശ്ലോകത്തിൽ ഒരു ഒറ്റ വര വരച്ചു, അല്ലേ? ഭഗവത്ഗീതയിൽ നമ്മളങ്ങനെ പകുതിയിൽ വരയ്ക്കാൻ പാടില്ല, എഴുതാൻ പാടില്ല, അല്ലേ? അത് കാരണം ഭഗവാൻ അല്ലേ? ഭഗവത്ഗീത, ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാനാണ്, ഭഗവത്ഗീത ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ തന്നെ പറഞ്ഞാണ്, ഭഗവാന്റെ വാക്കുകൊണ്ട് മാത്രം പറഞ്ഞാണ്, അല്ലേ? അപ്പൊ അത്രയും ശുദ്ധമായി നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനകത്ത് നമ്മൾ പേന കൊണ്ട് വരയ്ക്കാനൊന്നും പാടില്ല, അല്ലേ? പക്ഷെ ഇദ്ദേഹം ആ ആണി എടുത്തിട്ട് ഒരൊറ്റ വര, ക്ഷേമം മഹാന്യഹം, കുറെ കാലമാണ് ഞാൻ ഇതുകൊണ്ട് നടക്കുന്നു, ഇത് എന്തോ ഇങ്ങനെയാണോ എന്നെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം മടക്കി വെച്ചിട്ട് ഒരൊറ്റ പോക്ക് പോയി, അല്ലേ? എവിടെയെങ്കിലും പോയി ഭിക്ഷ അയച്ച് എന്തെങ്കിലും കൊണ്ടുവരാം, എന്റെ ഭാര്യ എന്റെ കാതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുവാണെന്ന് പറയാം, അല്ലെ? ഈ ഭാര്യമാർക്ക് അങ്ങനത്തെ കുഴപ്പമുണ്ടല്ലേ? എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കുനു 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 കുന നമ്മൾ സ്വൈരം കെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെ? അത് സാധിക്കുന്നത് വരെ. അതുകൊണ്ട് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് എത്രയും പെട്ടെന്ന് അത് ചെയ്യുന്നതാണെന്നല്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം, ആര്, നമ്മുടെ അർജുനാചാര്യൻ എണീറ്റ് പോയി. ഇവിടെ ഇരുന്നിട്ട് ഇനി ഒന്നും സാധിക്കാനില്ല, എനിക്ക് എന്റെ മനസ്സെല്ലാം പോയി, അല്ലെ? എനിക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചടയെന്ന് എണീച്ച് പോയി, എന്താണ്, എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കാൻ പോയി. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പോയി കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അവിടുന്ന് വീട് വിട്ട് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോ രണ്ട് കുഞ്ഞുങ്ങൾ, അല്ലെ, ചെറുപ്പക്കാരായിട്ടുള്ള രണ്ടുപേര്, ഒരാൾ ഇച്ചിരി വെളുത്തതും ഒരാൾ ഇച്ചിരി കറുത്തതുമാണ്, അല്ലെ? അവർ രണ്ടുപേരും കുറെ സാധനങ്ങൾ തലയിൽ ചുമന്നുകൊണ്ട് വരികയാണ്, അല്ലെ? ചുമന്നുകൊണ്ട് വന്നിട്ട്, അല്ലെ, ഭർത്താവ് വെളിയിൽ പോയിരിക്കുവല്ലേ, എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ട്, അല്ലെ? എന്തോ സാധനം മേടിക്കാൻ പോയിരിക്കല്ലേ. അപ്പോ ഈ പത്നി ചോദിച്ചു, ഈ ബ്രാഹ്മണ പത്നി ചോദിച്ചു, നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെ നിന്ന് വന്നു, ഇതൊക്കെ എന്താണ് ചോദിച്ചപ്പോ, ഞങ്ങള് അങ്ങയുടെ എന്താണ് പതിയുടെ, അമ്മയുടെ പതിയുടെ ശിഷ്യന്മാരാണ്, ഞങ്ങളെ പഠിപ്പിക്കുന്ന ഗുരുവാണ് അദ്ദേഹം, അദ്ദേഹം തന്നു വിട്ടതാണ് ഇതിവിടെ ഏൽപ്പിക്കാനായിട്ട്. അമ്മ ഇതുകൊണ്ട് ഇതെടുത്തിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ വെച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് അതവിടെ താഴെ വെച്ചിട്ട് തിരിഞ്ഞു നടക്കുകയാണ്. തിരിഞ്ഞു നടക്കുമ്പോ മാതാജി, അല്ലെ, ഈ ഈ ഗുരു ഈ ബ്രാഹ്മണ പത്നി ഒരു കാര്യം കാണുകയാണ്. എന്താണ്? അവരുടെ രണ്ടുപേരുടെയും പുറകില് ഈ രണ്ട് അടി അടിച്ചിരിക്കുന്ന വര, അല്ലെ? നമ്മൾ ചൂരിലുണ്ട് അടിച്ചു കഴിഞ്ഞാൽ അവിടെ പാട് വരില്ലേ? അങ്ങനത്തെ രണ്ട് പാട്.
കുഞ്ഞുങ്ങളെ എന്താ എന്താ ഇത്, നിങ്ങളുടെ പുറകിൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു അല്ലെ, ഈ മാതാജി ചോദിച്ചു. ചോദിച്ചപ്പോ തിരിച്ചു പറഞ്ഞിട്ട് അവർ ചിരിച്ചോണ്ട് പറഞ്ഞു, ചിരിച്ചോണ്ടാണ് കരച്ചോണ്ടാണ് പറഞ്ഞത് എനിക്കറിയില്ല, പറഞ്ഞു. എന്താ പറഞ്ഞു അവര് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ കേൾക്കാത്തത് കൊണ്ട് ഗുരു ഞങ്ങളെ ശിക്ഷിച്ചതാണെന്ന് പറഞ്ഞു. കൃഷ്ണ, ഇത്രയും ദുഷ്ടനാണോ എന്റെ 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 ഭർത്താവ്? വരട്ടെ, ഞാൻ ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ടു. കുഞ്ഞുങ്ങൾ അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ മാതാജി അവിടെ തന്നെ ഇരിക്കുവാണ് അല്ലെ. മാതാജി അദ്ദേഹം വന്നു. ആര് വന്നു? ഈ അർജുന ആചാര്യ വന്നു, തിരിച്ചു വന്നു. പോയിട്ട് ഒരിടത്തും ഒന്നും കിട്ടിയില്ല. ഞാൻ തിരിച്ചു വരികയാണ്. ഒന്നും മിണ്ടുന്നില്ല, ഒന്നും മിണ്ടാനുള്ള അവസരമില്ല. നിങ്ങൾ ഇത്രയും മോശക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എന്താ നീ അങ്ങനെയൊക്കെ ഇന്ന് എന്നോട് സംസാരിക്കുന്നത്? നീ അങ്ങനെ എന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ ഇതുവരെ, എന്നോട് കയറി തന്നത്. എന്തുകൊണ്ടാണ് നീ ഇപ്പൊ ഇന്ന് അങ്ങനെ പറയുന്നത്? ഇല്ല, എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. കാര്യം, അത്ര നിഷ്കളങ്കരായിട്ടുള്ള 2 കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ അതുങ്ങളെ ഉപദ്രവിച്ചോ? ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ആരെയും കണ്ടിട്ട് കൂടിയില്ല. ആരുടെ കാര്യമാണ് നീ പറയുന്നത്? ഇതൊക്കെ നിങ്ങളല്ലേ കൊടുത്തു വിട്ടത്? ഇത് അവിടെ ഇരിക്കുന്ന കണ്ടില്ലേ, പലവ്യഞ്ജനങ്ങളും എന്താണ് വെജിറ്റബിൾസും എല്ലാം ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഭക്ഷ്യ സാധനങ്ങൾ എല്ലാം അങ്ങേക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി തന്നു വിട്ടതാ. ഇവിടെ വെച്ചിട്ട് പോയി ആ കുഞ്ഞുങ്ങൾ അങ്ങ് കൊടുത്തു വിട്ടതാണെന്ന് പറഞ്ഞു. സത്യമായിട്ട് ഞാൻ ആർക്കും ഒന്നും കൊടുത്തു വിട്ടിട്ടില്ല. നീ ഇതെന്താണ് എന്നോട് പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് എന്തോ കാരണം കൊണ്ട്, എന്തോ അദ്ദേഹത്തിന്റെ ഉള്ളിലോട്ട് തോന്നി. അദ്ദേഹം ഓടിപ്പോയി ആ ഭഗവത്ഗീത മറിച്ചു നോക്കി അല്ലേ. 2 വര വരച്ചില്ലേ, ആ വര ഇപ്പൊ കാണാനില്ല. ആ വര എവിടെയാ കൊണ്ടത്? ഭഗവാന്റെ ശരീരത്തിലാണ് കൊണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവത്ഗീതയിൽ ഒന്നും വരയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഭഗവാന്റെ ശരീരത്തിലാണ് അത് കൊള്ളുക അല്ലേ. ഇപ്പോഴാണ് ആ ബ്രാഹ്മണന് മനസ്സിലായത്, ഇവിടെ വന്നത് ആരാണ്? എന്റെ പത്നിക്ക് കിട്ടിയ ആ ഭാഗ്യം എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു ബ്രാഹ്മണൻ, ശുദ്ധ ബ്രാഹ്മണൻ അല്ലെ, അർജുനാചാര്യക്ക്. അപ്പൊ അങ്ങനെ ഒരു കഥ ഈ ശ്ലോകവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പോ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഭഗവാൻ നിറവേറ്റി തരും. അതെങ്ങനെ നിറവേറ്റപ്പെടും? കൃഷ്ണൻ നമ്മുടെ അല്ലെ പറയുന്നു, അഹം വഹാമി അല്ലെ, ഭക്തന്റെ വീട്ടിലേക്ക് എല്ലാ ആവശ്യങ്ങളും ഞാൻ നേരിട്ട് കൊണ്ടുവരും അല്ലെ. നേരിട്ട് കൊണ്ടുവന്ന് തരുമെന്നാ പറയും. അദ്ദേഹം നേരിട്ട് ചെയ്യേണ്ടതില്ല. പരസ്യ ശക്തി വിവിധായി ശ്രുതയെ അല്ലെ, ശ്രീതാനുശ്രീ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഊർജം വളരെ നിശിതമാണ്. അതായത് ഭഗവാൻ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെ, ഭഗവാൻ നേരിട്ട് തന്നെ കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ല. ആരുടെയെങ്കിലും കയ്യിൽ അത് കൊടുത്തു വിടും. നമുക്ക് കിട്ടിയാൽ പോരെ, നമ്മുടെ ആവശ്യങ്ങൾ നടന്നാൽ പോരെ. അതാണ് ഭഗവാൻ അവിടെ പറയുന്നത്. ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അച്ചട്ടാണ് നടന്നിരിക്കും. അപ്പോൾ ഭഗവാൻ വളരെ ദയാലുവാണ്. നമ്മൾ കൃഷ്ണന്റെ സേവനത്തിൽ അല്ലെ ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ ഭഗവാൻ എല്ലായിടത്തും ഏജന്റുമാരുണ്ട്. സർവദാ പാണിപദം തത്ത് എന്നാണ് പറയുന്നത്. ഭഗവാന് എല്ലായിടത്തും കൈകളും കാലുകളും ഉണ്ട്. ഭഗവാൻ എവിടെ കൽപ്പിക്കുന്നുവോ അവിടെ കാര്യങ്ങൾ വരും. നമ്മൾ ആത്മാർത്ഥതയുള്ളവരാകണം. അപ്പോൾ എല്ലാം നമ്മുടെ അടുത്തുണ്ടാവും അല്ലെ. ഹരേ കൃഷ്ണ. എന്റെ സമയം കഴിഞ്ഞത് കൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഓക്കെ. എന്തെങ്കിലും അബദ്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും പോയിന്റ്സിന് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ദയവായി പ്രഭുവിനോട് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും പ്രഭു ക്ലാരിഫൈ ചെയ്യും. ദയവായി ഡെവോട്ടീസ് ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. മാജി. ഹരേ കൃഷ്ണ. എനിക്ക് ഡൗട്ടില്ല മാളജി. അല്ലെങ്കിൽ ഇപ്പോ ക്ലാസ് നന്നായിരുന്നു. അതുപോലെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഭഗവാൻ ക്ലിയർ ചെയ്ത് തരും പറയുന്നത് വളരെ ശരിയാണ് മാളജി. എന്നുവെച്ചാൽ ഇതിന്റെ ക്ലാസ് ചെയ്യാൻ ഞാൻ ലേറ്റ് ആയി. അപ്പൊ ജസ്റ്റ് എങ്കിലും എനിക്ക് അതിൽ നിന്ന് എനിക്ക് എന്താണ് ഒരു പോയിന്റ് കിട്ടിയായിരുന്നു. അപ്പൊ അതൊന്ന് പറയാനായിരുന്നു. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം. ഹരേ കൃഷ്ണ മാതാജി. प्रणाम प्रभु जी। प्रणाम महाराज। हरे कृष्ण। हरे कृष्ण प्रभु जी। हरे कृष्ण। प्रणाम। हरे कृष्ण। हरे कृष्ण। हरे कृष्ण। हरे कृष्ण। ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. हरे कृष्ण। दंड प्रणाम। കൃഷ്ണ പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. हरे कृष्ण। ഹരേ കൃഷ്ണ പ്രഭു. हरे कृष्ण महाराज जी। हरे कृष्ण। दंडवत प्रणाम महाराज। हरे कृष्ण प्रभु. പ്രഭു ഞാൻ ഭഗവത്ഗീതയില് കുറെ വെട്ടും കുത്തൊക്കെ ഇട്ടിരുന്നല്ലോ പ്രഭു. ഇപ്പൊ എന്ത് ചെയ്യും? ഹരേ കൃഷ്ണ.
എന്തോ കേട്ടില്ല മാതാജി. ഭഗവത്ഗീത പഠിക്കണ സമയത്ത് കൊറേ വെട്ടും കുത്തൊക്കെ ഇട്ട് പോയി. ഹരേ കൃഷ്ണ. സാരമില്ല മാതാജി. ഇനി നമ്മൾ ശ്രദ്ധിക്കാം മാതാജി. നമ്മൾ അങ്ങനെ ഇടാൻ പാടില്ലെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. പക്ഷെ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവരെല്ലാം കുത്തിവരച്ച് വയ്ക്കുന്നുണ്ട്. കുത്തിവരയ്ക്കാന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥമൊക്കെ എഴുതി വയ്ക്കും. ഇത് ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിലായിരിക്കും ഒരു ഇച്ചിരി സ്ഥലം കിട്ടുക, അവിടെ എഴുതി വയ്ക്കും. നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നതാണ്. പക്ഷെ നമ്മൾ അതിലൊന്നും എഴുതാൻ പാടില്ലെന്നാണ്. കാരണം ഭഗവാന്റെ അല്ലേ അത്. ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണല്ലേ. ഭഗവാനും ഭാഗവതവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അതുപോലെ തന്നെ ഭഗവത്ഗീതയും. നമ്മൾ അതുകൊണ്ടാണ് അതിലൊന്നും എഴുതാൻ പാടില്ലെന്ന് പറയുന്നത്. ഇത് നടന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോ അത് വാസ്തവമല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഭഗവാൻ അത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷെ മാതാജി ചെയ്തു പോയാലും കുഴപ്പമില്ല, മാതാജി അറിയാതെ ചെയ്തു പോയാലും കുഴപ്പമില്ല. ഇനി നമ്മള് ശ്രദ്ധിച്ചാൽ മതി മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു. കൃഷ്ണ പ്രഭു ഹരേ നമ്മുടെ കൃഷ്ണ പ്രണാമം പ്രഭുജി. ഞാനും ഹരേ ചെയ്തിട്ടുണ്ട് പ്രഭുജി. ചെയ്തില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഇനി പ്രഭുജി. ഇനി ഞാന് ശ്രദ്ധിക്കുക. ആ ഹരേ കൃഷ്ണ പ്രഭുജി ഞാനും ചെയ്തിട്ടുണ്ടേ. അപ്പൊ ഇതേപോലെ തന്നെ ഞാൻ ഇത് ഒരു പ്രഭുവിനോട് ഇങ്ങനെ ചോദിച്ചപ്പോ പ്രഭു പറഞ്ഞു, അത് നമ്മൾ പഠിക്കുന്ന സമയത്തല്ലേ, അപ്പൊ നമ്മൾ സ്റ്റുഡൻസ് അല്ലേ മാതാജി, കുഴപ്പമില്ലാന്ന്. നമ്മൾ അറിയാതെ ചെയ്യുന്നതല്ലേ, കുഴപ്പമില്ല. അപ്പൊ ശരിയാണ്. സമാധാനമായി. പക്ഷെ ഞാനൊരു കാര്യം ചെയ്യട്ടെ പ്രഭുജി, നമ്മൾ ശ്ലോകങ്ങളിലൊന്നും ചെയ്യണില്ല. പക്ഷെ അതിന്റെ ആ. എക്സ്ട്രാ സ്ഥലത്ത് മാത്രമേ എഴുതിയിടുന്നുള്ളൂ. അത് തെറ്റാണോ? ശ്ലോകത്തിൽ ഉം. നമ്മളൊന്നും ചെയ്യില്ലല്ലോ. ആ മാതാജി അങ്ങനെ എന്നോട് ചോദിച്ചാൽ ഞാൻ കുഴഞ്ഞു പോകും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഞാനും ചെയ്തിട്ടുണ്ട്. പഠിക്കാനുള്ളത് ഇങ്ങനെ ടിക്ക് ചെയ്ത് വെക്കും അതെ ശ്ലോകങ്ങൾ. അതെ. നമ്മള് സ്റ്റുഡൻസ് ആകുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭു മ്യൂട്ടായി പോയി. ഹരേ കൃഷ്ണ. അല്ല താങ്ക് യു പ്രഭു, അത് പ്രഭുജി. ഹരേ കൃഷ്ണ പറയുന്നതാണ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. വളരെ നല്ല സൂപ്പർ താങ്ക് യു. ക്ലാസ് ആയിരുന്നു പ്രഭു. വളരെ സന്തോഷം തോന്നി. നന്ദി പ്രഭു. താങ്ക് യു. ദണ്ഡവത്ന. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. രണ്ടു വളരെ നല്ല ക്ലാസ് ആയിരുന്നു പ്രഭുജി. ഹരേ താങ്ക് കൃഷ്ണ. യു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിത്ത് ഓൾ യുവർ ബ്ലെസ്സിങ്സ്. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. മാതാജി നമുക്ക് ഓക്കെ നിർത്താമോ? പ്രഭു. ഓക്കെ ഹരേ പ്രഭു. കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് ഹരേ പ്രഭു. കൃഷ്ണ. ഹരേ കൃഷ്ണ. വാഞ്ച കൽപതരൂപേഷ കൃപാ സിന്ധുപ ഏവ ച സിന്ധുഭ്യോ പരിധാനാം പരിതാനാം പാവനേഭ്യോ പാവനേഭ്യോ നമോ നമോ നമഃ. കോടി നമഃ. वैष्णव वृंद की जय। श्री प्रभुपाद की जय। ജയ് गुरुदेव ജയ്. ജയ്. कृष्णा। ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രണാമം. പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്ത് ചെയ്തോട്ടെ പ്രഭു? ചെയ്തോളൂ മാതാജി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ.